നമ്മൾ കഴിഞ്ഞ ദിവസം ദാരിദ്ര്യം മൂലം സൂയിസൈഡ് ചെയ്ത ഒരു മനുഷ്യനെ പറ്റി കേട്ടു. വളയത്ത് ജോസഫ്. ആ പാവ മനുഷ്യന് 8 മാസമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടിയിട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളും മകളും പറഞ്ഞത്. പക്ഷേ നമുക്കറിയാം 6 മാസമായിട്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആർക്കും തന്നെ കിട്ടുന്നില്ല. അതിനിടയ്ക്ക് ക്രിസ്മസിൻ്റെ 1 മാസം കൊടുത്തു എന്ന് പറയുന്നു. ആ കൊടുത്തത് കൂടിയോ കൂടാതെയോ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 5 മാസമെങ്കിലും ഇപ്പോൾ മുടങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ഈ വളയത്ത് ജോസഫിൻ്റെ പ്രത്യേകത, അദ്ദേഹത്തിന് 8 മാസമായി കിട്ടുന്നില്ലെന്നാണ് പറഞ്ഞത്. ഒരു പക്ഷേ അദ്ദേഹത്തിന് 2 കാലിലും സ്വാധീനമില്ലാത്തയാളാണ്. അപ്പോൾ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒരു പക്ഷേ അദ്ദേഹത്തിന് എങ്ങനെ കിട്ടാതിരുന്നു എന്ന് നമുക്കറിഞ്ഞുകൂടാ. 8 മാസം, അതായത് മറ്റുള്ളവർക്ക് കിട്ടാതിരുന്നതിനേക്കാൾ കൂടുതൽ കാലയളവിൽ. അപ്പം അത് മാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ മകൾ അനാഥാലയത്തിലാണ്. ഭാര്യ മരിച്ചുപോയി. അതായത് ഈ മകൾ അനാഥാലയത്തിൽ പോകാൻ കാരണം തന്നെ അവരുടെ മാനസിക വെല്ലുവിളി മൂലമാണ്. അപ്പോൾ അവരുടെ പെൻഷനും ഈ വളയത്ത് ജോസഫ് തന്നെയാണ് കൈപ്പറ്റാറുള്ളത്. എന്നിട്ട് ആ മകളുടെ ചികിത്സാ ചെലവുകൾക്കൊക്കെ അനാഥാലയത്തിൽ കൊണ്ടുപോയി ആ പണം കൊടുക്കുകയാണ് പതിവുള്ളത് എന്നാണ് അദ്ദേഹത്തിൻ്റെ മകളും അദ്ദേഹത്തെ ഏറ്റവും അടുത്തറിയാവുന്നത്. കാരണം അദ്ദേഹം ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ ധൈര്യമുള്ള മനസ്സുള്ള ഒരു മനുഷ്യനായിരുന്നു. അതായത് നല്ല കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി, തന്നെപ്പോലെ കഷ്ടപ്പെടുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി നന്നായി പ്രവർത്തിക്കാൻ മനസ്സുള്ള ഒരു മനുഷ്യനായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം പല കാര്യങ്ങൾക്കും സാമൂഹ്യ സുരക്ഷാ രംഗത്ത് ഇറങ്ങിത്തിരിച്ചിട്ടുള്ള ആളാണ്. ഒരുപാട് ചുവടുവെപ്പുകൾ നടത്തിയ ആളാണ്. പക്ഷേ അദ്ദേഹം അവസാനം ഈ കിട്ടാക്കനി പോലെ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടാക്കനി പോലെ ആയപ്പോഴാണ് മരിക്കുന്നത്. ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 50 ലക്ഷം പേർക്കാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കുറച്ച് മുമ്പ് നീതി ആയോഗിൻ്റെ തന്നെ ഒരു പഠനം വന്നപ്പോൾ ഇവിടുന്ന് കൊടുത്തിരിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് കള്ളമായതുകൊണ്ടോ അതോ അതിലെന്തെങ്കിലും എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. നീതി ആയോഗ് സാധാരണ രീതിയിൽ എന്തെങ്കിലും മാനിപ്പുലേഷൻസ് നടത്തി കേരളത്തിന് അനുകൂലമായ രീതിയിലൊരു വിധി കൊണ്ടുവരില്ല. അന്ന് കണ്ടത് നമുക്കിവിടെ അതിദരിദ്രരുടെ എണ്ണം പോപ്പുലേഷൻ്റെ 0.01% എന്നാണ്. 0.071% എന്ന് വെച്ചാൽ വളരെ കുറവാണ് അതിദരിദ്രരുടെ എണ്ണം. അപ്പോൾ ഈ അതിദരിദ്രരുടെ എണ്ണം വളരെ കുറവുള്ള ഒരു സംസ്ഥാനത്ത് അതിദരിദ്രർക്കല്ല സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അതിൻ്റെ തൊട്ട് മുകളിലുള്ളവരും അർഹിക്കുന്നുണ്ട്. അവർക്കും കൂടി കൊടുത്താൽ പോലും 50 ലക്ഷം വരുമോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു നമുക്ക് വേണ്ടപ്പെട്ടവർക്ക്, അതായത് ഈ തൊഴിൽ മേഖലയിലൊക്കെ LDF സർക്കാരിൻ്റെ ഒരു രീതിയാണ് സ്വന്തക്കാരെ തിരികെ കയറ്റുക എന്നുള്ളത്. അതുപോലെ തന്നെ CAGയുടെ റിപ്പോർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഈ 2023 പുറത്തുവിട്ട റിപ്പോർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരേ സമയത്ത് പല പെൻഷനുകൾ മേടിക്കുന്ന ആൾക്കാരുണ്ട്. ഈ പല പെൻഷനുകൾ മേടിക്കുന്ന ആൾക്കാർ ഇവിടെ ഈ IKM ഒക്കെ ഉണ്ട്. അതായത് അതിനു വേണ്ടി തന്നെ, ഈ പെൻഷൻ പദ്ധതിക്ക് വേണ്ടി തന്നെ സോഫ്റ്റ്വെയറൊക്കെ ഉണ്ട്. മരണപ്പെട്ടാലും പെട്ടെന്ന് തന്നെ ആ സോഫ്റ്റ്വെയറിൽ രേഖപ്പെടുത്തപ്പെടും. അതുപോലെ എത്ര പേർ വാങ്ങിക്കുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു സോഫ്റ്റ്വെയറിലാവുമ്പോൾ അതിന് ഒരു സുതാര്യതയുണ്ട്. പക്ഷേ ആ സുതാര്യത ഉണ്ടായിട്ട് 3 പെൻഷൻ സ്കീംസ് ഒരേ സമയത്ത് കൈപ്പറ്റുന്ന ആൾക്കാരെ പറ്റിയൊക്കെ CAG കണക്കെടുത്ത് സാമ്പിൾ സർവേ നടത്തി വളരെ കൃത്യമായ കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് നമുക്ക് അത്ഭുതം തോന്നും. ആ കൂട്ടത്തിലാണ് ഈ 50 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കേണ്ട ആവശ്യം കേരളത്തിൽ ഉണ്ടോ എന്ന ഒരു സംശയവും കൂടി തോന്നുന്നത്. കാരണം നമുക്കറിയാം, താഴെ തട്ടിലെ 2 തരം കാർഡുകാർക്ക് തീർച്ചയായിട്ടും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കണം. അവർ അതിന് അർഹത ഉള്ളവരാണ്. ആ 2 കൂട്ടർക്ക് കൊടുത്താൽ അത് 50 ലക്ഷം വരുമെങ്കിൽ ഓക്കെ. ഇല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു അരിപ്പ ആവശ്യമാണ്. അതായത് അർഹതയുള്ളവർക്ക് തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കണം. മറ്റേതെങ്കിലും തരം പെൻഷൻ കിട്ടുന്നവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കഴിയുമെങ്കിൽ ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ ഈ നമ്പർ കുറയുമ്പോൾ കൃത്യമായ അർഹതയുള്ളവർക്ക് ഒരിക്കലും മുടങ്ങാതെ ഇത് കിട്ടാൻ പറ്റണം. അതുപോലെ നമ്മൾ വേറൊരു കാര്യം ഓർക്കണം. കഴിഞ്ഞ ബജറ്റിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാനാണ് എന്ന് പറഞ്ഞ് 2 രൂപ സെസ് പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ ഏർപ്പെടുത്തി. അപ്പോൾ ഗവൺമെൻറ് പറയുന്ന അതിൽ നിന്നുള്ള വരുമാനം തികയുകയില്ല.
അതായത് വലിയ തുക തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇത്രയും പേർക്ക്, ഈ 50 ലക്ഷം പേർക്ക് കൊടുക്കേണ്ടത് കൊണ്ട് തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകാനായിട്ട് വേണ്ടത് 900 കോടി രൂപയാണത്രേ. പക്ഷേ അത്രയും തുക 730 കോടിയോ മറ്റോ ആണ് ആകെ ഈ 2% സെസ് പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ ഏർപ്പെടുത്തിയത് വഴി കിട്ടുന്നത്. അതുപോലും അത്രയും ഉപയോഗിച്ചാൽ തന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സാമൂഹ്യ സുരക്ഷാ പെൻഷന് വേണ്ടി ഏർപ്പെടുത്തിയ സെസ്സിൽ നിന്ന് കിട്ടുന്ന റവന്യൂവിലേക്ക് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനെ ഒതുക്കാൻ പറ്റുമോ? അർഹതയുള്ളവർക്ക് മാത്രം കൊടുത്തുകൊണ്ട് അങ്ങനെ ഒതുക്കാൻ പറ്റുകയാണെങ്കിൽ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ തന്നെ നിലനിർത്താൻ, അതുകൊണ്ട് തന്നെ പെൻഷൻ നൽകാൻ പറ്റും. പക്ഷേ ഗവൺമെൻറ് പറയുന്നത് പോലെയാണോ ഈ 2 രൂപ സെസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അത് ചെറിയ തുകയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പിന്നെ ഓൾ ഇന്ത്യ തലത്തിൽ ഞാൻ നേരത്തെ ഒരിക്കൽ ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഓൾ ഇന്ത്യ തലത്തിൽ 1000 പേർക്ക് 18 വാഹനങ്ങളേ ഉള്ളൂ. കേരളത്തിൽ 1000 പേർക്ക് 466 വാഹനങ്ങളുണ്ട്. അത്ര വാഹന സാധ്യതയുള്ള ഒരു സംസ്ഥാനത്ത് 2% സെസ് ആ വാഹനങ്ങളുടെ ഇന്ധനത്തിന് മേൽ ചുമത്തുമ്പോൾ തീർച്ചയായിട്ടും നല്ല വരുമാനം വരേണ്ടതാണ്. അങ്ങനെ കണ്ടുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് അത്തരമൊരു സെസ് കൊണ്ടുവന്നതും. പക്ഷേ പറയുന്നു ഇപ്പോൾ അത് തികയത്തില്ല. ഇനി അത് തികഞ്ഞാൽ തന്നെ ഏറ്റവും താഴെ തട്ടിലുള്ളവർക്ക് അത് കൊടുക്കാമെന്ന് വെച്ചാലും അത് വകമാറ്റി ചെലവഴിക്കലാണ് സർക്കാരിൻ്റെ സ്വതസിദ്ധമായ ശൈലി. ഞാൻ കണക്ക് കൂട്ടി നോക്കി, 50 ലക്ഷം എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ പോപ്പുലേഷൻ്റെ 14.28% വരുന്നുണ്ട്. അപ്പോഴാണ് എനിക്കൊരു സംശയം തോന്നിയത്, ഇത് അർഹിക്കാത്തവർക്കും ഈ പെൻഷൻ കൊടുക്കുന്നില്ലേ? കാരണം നീതി ആയോഗിൻ്റെ പഠനം കാണിച്ചത് അതിദരിദ്രർ 0.071% ഉള്ളൂ എന്നാണ്, വളരെ കുറച്ച്, അതായത് ഏതാനും ആയിരങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് 50 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അർഹതയുണ്ടോ? ഇത് പുനഃപരിശോധിക്കേണ്ടതാണ് തീർച്ചയായിട്ടും. കാരണം പുനഃപരിശോധിച്ച് ആ നമ്പർ കുറച്ചുകൂടി താഴേക്ക് കൊണ്ടുവന്നാൽ ഒരു പക്ഷേ അവർക്ക് ഈ ധനപ്രതിസന്ധിക്കിടയിലും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്ന് പറഞ്ഞ് ഇന്ധനത്തിൽ ചാർത്തിയ സെസ് കൊണ്ട് തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ പറ്റണം. പറ്റിയില്ലെങ്കിൽ ഇനി ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ മറിയക്കുട്ടി അമ്മച്ചി, ചേച്ചിയല്ല അമ്മച്ചി, ആ അമ്മച്ചി നമുക്കറിയാം 85 വയസ്സ് കഴിഞ്ഞ സ്ത്രീയാണ്. അതുപോലെ എന്തുമാത്രം 85 കഴിഞ്ഞവരും ഒക്കെയാണ് നമുക്കറിയാം. സർവീസ് പെൻഷൻ കിട്ടാതിരുന്ന, സർവീസ് പെൻഷൻ്റെ കുടിശ്ശിക കൊടുക്കേണ്ട സമയത്ത് സർക്കാർ കൊടുക്കാതിരുന്നത് കൊണ്ട് 77,000 പേരാണ്, 77,000-ലധികം പേരാണ് ആ പെൻഷൻ കിട്ടാതെ മരിച്ചത്. എന്ന് വെച്ചാൽ അവരിൽ പലരും ഇപ്പോഴും ജീവിക്കുമായിരുന്നു. ആ പെൻഷൻ കുടിശ്ശിക കയ്യിൽ കിട്ടി അത് മരുന്ന് വാങ്ങാനോ ശസ്ത്രക്രിയയ്ക്കോ ഒക്കെ വേണ്ടി ചെലവഴിക്കാൻ പറ്റിയെങ്കിൽ. അപ്പോൾ അതിന് പോലും അവസരം അവർക്ക് കിട്ടിയില്ല. അങ്ങനെയാണ് ഈ 77,000 പേര് കേരളത്തിൽ മാത്രം കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് മരിച്ചു പോകുന്നത്. അപ്പോൾ അത്തരം ഒരവസ്ഥയിലേക്ക് സംസ്ഥാനത്തെ തള്ളിവിടാതെ സുരക്ഷ അർഹിക്കുന്നവർക്ക് കൊടുക്കുക, അതായത് അത്യാവശ്യ സുരക്ഷ അർഹിക്കുന്നവർക്ക് കൊടുക്കുക. അതിനുവേണ്ടി 50 ലക്ഷം എന്നുള്ളത് കുറച്ചുകൂടി താഴേക്ക് കൊണ്ടുവരുന്നത് അഭികാമ്യമാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതായത് കിട്ടിക്കൊണ്ടിരിക്കുന്നവരുടെ നഷ്ടപ്പെടുമ്പോൾ വലിയ ദുഃഖമായിരിക്കും, അതൊക്കെ മനസ്സിലാക്കാം. പക്ഷേ വളരെ അർഹതയുള്ളവരെ മരണത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട്, പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും തള്ളിവിട്ടുകൊണ്ട്, പോഷകാഹാര ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട്, അതിനേക്കാൾ മുകൾ തട്ടിലുള്ളവർ ജീവിതം ആസ്വദിക്കുന്നത് കുറ്റകരമായ അനാസ്ഥയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ശിക്ഷാർഹമായ കുറ്റം തന്നെയാണെന്നാണ് എൻ്റെ ബുദ്ധി എന്നോട് ചൂണ്ടിക്കാണിച്ചു തരുന്നത്.